السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن بعدهم إلى يوم الدين. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശാന്തിയും സമാധാനവും സൗഹാർദ്ദാന്തരീക്ഷവും നിലനിർത്തി ജീവിതം ധന്യമാക്കാൻ അല്ലാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം അതിന്റെ യഥാർത്ഥ ദിശയിലേക്ക് പറക്കുമ്പോൾ, അഥവാ സൃഷ്ടാവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന്റെ തോതനുസരിച്ച് അവന്റെ എല്ലാ ഭാഗങ്ങളും പ്രഭാപൂരിതമാവുകയാണ്. ഇതാണ് ഒരു A+ വിശ്വാസിയുടെ മുഅ്മിനിന്റെ സ്വീകാര്യത അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ടു എന്നതിന്റെ തെളിവ്. ഇതിന്റെ ഭാഗമായി ധാരാളം വിഷയങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതിൽപ്പെട്ട എല്ലാ ആളുകൾക്കും അനിവാര്യമുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു വിഷയമാണ് കുടുംബങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു യഥാർത്ഥ വിശ്വാസി, അള്ളാഹുവിന്റെ ലിഖാഅ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസിയുടെ കുടുംബത്തോടുള്ള വിനിമയം അല്ലെങ്കിൽ ഡീലിംഗ് വളരെ ഇഫക്റ്റീവായിരിക്കും എന്നതാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ ഖിയാറുക്കും ലി അഹ്ലിഹി, കുടുംബങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഗൾഫിലുള്ള മിക്ക ആളുകൾക്കും കുടുംബപരമായി പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. പലർക്കും പരാതി, ഭാര്യ ഫോൺ വിളിക്കുന്ന സമയത്ത് പരിഗണിച്ചുകൊണ്ട് സംസാരിക്കാറില്ല. വേറെ ചില ആളുകൾക്ക് അവളെ ഞാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട പരിഗണന അവൾ നൽകാറില്ല. വേറെ ചില ആളുകൾക്ക് എൻ്റെ അടുത്ത് കാശും ജോലിയും ഇല്ലാത്തത്, അതിനനുസരിച്ചുകൊണ്ടുള്ള പെരുമാറ്റമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ തുടങ്ങി വിവിധ വിഷയങ്ങൾ പലർക്കും പറയാനുണ്ടാകും. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, അതാത് സമയങ്ങളിലും സന്ദർഭങ്ങളിലും അനുയോജ്യമായ മെത്തേഡ്, രീതി ഏതാണോ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന്, കഴിഞ്ഞുകൂടുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതാണ് വഅശിറുഹുന്ന ബിൽ മഅറൂഫ്. അതാത് സമയങ്ങളിൽ ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ട് ജീവിതം ധന്യമാക്കുക. കുടുംബിനികളോട് അള്ളാഹു പറയുന്ന ഒരാഹ്വാനമാണ്. യഥാർത്ഥത്തിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിത വിജയം തേനീച്ചയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേൻ പോലെയാണ്. രണ്ട് തേനീച്ചകൾ അതിന്റെ എല്ലാ ശ്രമവും അധ്വാനവും ചെലവഴിച്ചുകൊണ്ട് എത്ര അധ്വാനിക്കുന്നുവോ അത്ര തേനിന് മധുരം കൂടിക്കൂടി വരും. ഇതേ പ്രകാരത്തിൽ ഈ രണ്ട് സ്പേസിന്റെ ശ്രമങ്ങൾ, സ്നേഹങ്ങൾ കൂടുന്തോറും ഹലാവത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് പലരും ചോദിക്കാറുള്ളത്, എങ്ങനെ നമ്മുടെ കുടുംബജീവിതം ധന്യമാക്കാം? ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ് ഉള്ളത്. കാരണം അവർക്കിടയിൽ സ്നേഹത്തിന്റെ പ്രധാന പവർ
ഭാര്യയാണ്. ഭാര്യയുടെ പ്രകടനങ്ങൾ, ആ പ്രകടനങ്ങൾക്കനുസൃതമായിരിക്കും ഭർത്താവിന്റെ ഇങ്ങോട്ടുള്ള സ്നേഹം. നല്ല വെളുത്ത ഒരു ഭാര്യ ഉള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ഭാര്യയുടെ ആ കളർ കണ്ട് ആകർഷ്ടനായി കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അധ്വാനിക്കാൻ വേണ്ടി പോയി വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ക്ഷീണിച്ച് വീട്ടിലെത്തുന്ന ആ പുരുഷൻ ഭാര്യയോട് ഒരൽപ്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം വേണമെങ്കിൽ ആ ടാപ്പിൽ നിന്നെടുത്ത് കൊടുത്തോളൂ എന്ന് ആ കളറുള്ള ഭാര്യ പറഞ്ഞാൽ എന്തായിരിക്കും ഈ ഭർത്താവിന്റെ പ്രതികരണം? അപ്പൊ ഞാൻ പറയുന്നത്, കളർ അല്ല യഥാർത്ഥത്തിൽ മാനദണ്ഡം. സംസ്കാരം, സ്വഭാവം, ധാർമ്മികത, പെരുമാറ്റ ശൈലി, ഇതാണ് ഒരു സ്ത്രീയെ നല്ല രീതിയിൽ ധന്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ പ്രകടനത്തിന്റെ ഓരോ അളവിലും ഭർത്താവിന്റെ സ്നേഹം കൂടിക്കൂടി വരും. സ്നേഹമെന്ന് പറഞ്ഞാൽ കർക്കിട കാലഘട്ടങ്ങളിലെ മഴ പോലെയല്ല. അല്ലെങ്കിൽ ജൂൺ ജൂലൈയിൽ മഴ കാരണം കടലിലെ തിരമാലകൾ ആർത്ത് വലുതായി വെള്ളം പൊങ്ങി കുറച്ചു കഴിഞ്ഞാൽ അതങ്ങ് താഴ്ന്നു പോവുകയും ചെയ്യും. ഈ രീതിയിലുള്ള സ്നേഹമല്ല രണ്ടുപേർക്കുമിടയിൽ ഉണ്ടാകേണ്ടത്. തീർത്തും വിട്ടുവീഴ്ചയുടെയും എളിമയുടെയും സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയുമുള്ള സ്നേഹമാണ് ഇരുവർക്കിടയിലും ഉണ്ടാകേണ്ടത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അടുക്കള മുതൽ വീട് മുതൽ കുടുംബത്തിന്റെ എല്ലാ ഡ്രസ്സും അലക്കാനുള്ള വാഷിംഗ് മെഷീനായി ചില ആളുകളൊക്കെ കാണാറുണ്ട്. വീട്ടിലുള്ള ഭർത്താവിന്റെ അനുജന്റെയും ഭാര്യയുടെയും പിതാവിന്റെയും എല്ലാം കണ്ടെയ്നർ കണക്കിന് ഇറക്കിക്കൊടുത്ത് അത് അലക്കുന്ന മെഷീനായി വർത്തിക്കുന്ന ചില വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ പെണ്ണിന്റെ അലക്ക് പ്രവർത്തനവും മറ്റു കാര്യങ്ങളും രാവിലെ മുതൽക്ക് തന്നെ തുടങ്ങുകയാണ്. സുബഹിയുടെ മുമ്പ് തന്നെ എഴുന്നേറ്റ് സുലൈമാനി ഉണ്ടാക്കി സ്കൂളിൽ മദ്രസയിലും പോകുന്ന ആളുകൾക്ക് ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി, അപ്പോൾ അവൻ പോകാൻ അവന്റെ ഡ്രസ്സും തേച്ച് കുട്ടികളുടെ ഷൂ തുടച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു 9:30-10 മണിയാകുമ്പോഴേക്ക് അവർക്കുണ്ടാകുന്ന വലിയ ഭാരം, അതിൻ്റെ ഇടയിൽ പ്രാഥമിക വിഷയങ്ങൾ പോലും നടത്താൻ സമയം കിട്ടാതെ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഭർത്താവിന്റെ ക്രൂരമായ ആക്രോധങ്ങൾ, ശൈലികൾ. ഇതാണ് പലപ്പോഴും കുടുംബങ്ങളെ ഛിദ്രതയിലേക്കും നാശത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, സ്ത്രീ ആ സ്ത്രീയുമായി നല്ല നിലയിൽ വർത്തിക്കാനുള്ള ചില ടൂൾസുകളാണ്, ക്യാപ്സൂൾസാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്ന്, ഒരർത്ഥത്തിലും വൈഫിനെ നിസാരപ്പെടുത്താൻ പാടില്ല. വൈഫ് എന്ന് പറഞ്ഞാൽ, സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷനെ അപേക്ഷിച്ച് ചില വിഷമങ്ങളൊക്കെ ഉള്ളവളാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഭാഗത്ത് നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരർത്ഥത്തിലും അവളെ നിസ്സാരപ്പെടുത്തി സംസാരിക്കാനോ വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നും ഒരിക്കലും പാടില്ല. പിതാവില്ലാത്തൊരു മകളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് മരണപ്പെട്ടുപോയ പിതാവിന്റെ അഭാവത്തിൽ ആ വീട്ടിൽ നിന്ന് പെണ്ണിന് ഇതേവരെ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. പിന്നെ ലഭിക്കാനുള്ളത് ഭർത്താവാണ്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന പ്രഹരങ്ങൾ അതിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും കണ്ടറിയാൻ ഒരു ഭർത്താവിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇത്തഖീ ദഅവത്തൽ മദ്ലൂമി, പീഡിപ്പിക്കപ്പെടുന്നവരെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. പീഡിപ്പിക്കപ്പെട്ടവൻ കാഫറാണെങ്കിലും തമ്മാടിയാണെങ്കിലും ആ പീഡിപ്പിക്കപ്പെടുന്നവന് അള്ളാഹു വകവെച്ചു കൊടുത്ത അവസരങ്ങളാണ്. അതുകൊണ്ട്
സ്ത്രീയെ ഒരിക്കലും നിസാരപ്പെടുത്തി സംസാരിക്കാനോ നിസാരപ്പെടുത്തി നോക്കാനോ ഒരു തലങ്ങളിലും നിസാരപ്പെടുത്താൻ പാടില്ല. ചില ആളുകളൊക്കെ ഭാര്യയുടെ കുടുംബങ്ങളെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് ഇവളെ തെറി പറയാറുണ്ട്. വേറെ ചില ആളുകൾ ഭാര്യമാരുടെ ജ്യേഷ്ഠത്തി അനുജത്തിക്ക് വന്നാൽ അവളെക്കുറിച്ച് അവരോട് നന്നായി കസർത്ത് സംസാരിക്കാറുണ്ട്. വേറെ ചില ആളുകൾ ആ ഭാര്യയുടെ ഉമ്മ വന്നാൽ അവരോട് തട്ടിക്കയറാറുണ്ട്. ഇതെന്തൊക്കെ വലിയ പാപമല്ലേ സുഹൃത്തുക്കളെ? നമ്മുടെയൊക്കെ രക്തമൊന്നാണ്, കാശുവൊന്നാണ്, നിറമൊന്നാണ്, മതമൊന്നാണ്, വർഗമൊന്നാണ്. ഇങ്ങനെ കാടുകളിൽ വലിയ ജീവികൾ ചെറിയ ജീവികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. ഇവിടെ മനുഷ്യർ കഴിവുള്ളവൻ കഴിവില്ലാത്തവരെ ഒതുക്കുന്നു. ഇതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? അതുകൊണ്ട് ഒരളവിലും സ്ത്രീയെ കുടുംബത്തിന്റെ മുമ്പിൽ വെച്ച് പരിഹസിക്കാനോ വഷളാക്കാനോ നിസാരപ്പെടുത്താനോ നിരുത്സാഹപ്പെടുത്താനോ ഒന്നും പാടില്ല. 2 അഹ്സിൻ മുആമലതക ലിസൗജതിക, നിന്റെ ഡീലിംഗ് അവളുമായി നല്ല രീതിയിൽ വർത്തിക്കുക. സ്ത്രീയോട് പുരുഷൻ നല്ല രീതിയിൽ സംസാരിക്കുക, സരളമായ വാക്ക് പറയുക, സന്തോഷം പങ്കിടുക. എന്നാൽ സ്നേഹം ഇങ്ങോട്ടും ലഭിക്കും. പല ഭർത്താക്കന്മാരും ഇവിടെ പരാജയപ്പെടുകയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന സൗജതക തുഹിബ്ബു അൻ തജ്ലിസ ലിതതഹദ്ദസ മഅഹാ, നിന്റെ ഭാര്യ എപ്പോഴും നിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവളാണ് എന്ന് മനസ്സിലാക്കുക. ഒഴിവ് സമയങ്ങളിൽ കടകളിൽ ചെലവഴിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ടാകാം. ആകെ ഒരു ഞായറാഴ്ച ഒഴിവ് വേള രാവിലെ പുറപ്പെട്ട് ഉച്ചവരെ കടയിലിരുന്ന് ബിരിയാണി ആയില്ലവളെ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വരുന്ന ഹതഭാഗ്യരുണ്ട്, അല്ലെങ്കിൽ മനുഷ്യജീവികളുണ്ട്. അതൊരിക്കലും പാടില്ല. ഒഴിവ് വേളകളിലെല്ലാം നിങ്ങൾ അവരോടൊപ്പം വർത്തിക്കാനും ഇരിക്കാനുമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നീ മനസ്സിലാക്കുക, അന്ന സൗജതക തുഹിബ്ബു അൻ തജ്ലിസ ലിതതഹദ്ദസ മഅഹാ, അവളോട് കുശലം പറയാൻ, നീ അവളുടെ കൂടെ ഇരിക്കാൻ, എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്നവളാണ് സ്ത്രീ. നേരെ മറിച്ച് വീട്ടിലുണ്ടാകുന്ന സമയത്ത് പോലും ഒരു നിമിഷം പോലും സംസാരിക്കാൻ പോലും കിട്ടാത്ത എത്രയോ ആളുകളുണ്ടാകും. സ്ത്രീ അവന്റെ അരികിൽ വന്നിരിക്കുമ്പോഴേക്ക് ഒന്ന് വിട്ടിരി, മാറിരി, അവിടെ ഇരുന്നോ എന്നൊക്കെ പറയുന്ന ഭർത്താക്കന്മാരുണ്ടാകും. അങ്ങനെ ഒരിക്കലും പാടില്ല. ഭർത്താവ് വീട്ടിലുണ്ടാകുന്ന ഒഴിവുവേളയിൽ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം. പലജാതി കാര്യങ്ങളും വിഷയങ്ങളൊക്കെ പറയേണ്ടി വരും. നിക്കാഹ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് 20-30 ദിവസമൊക്കെ കഴിഞ്ഞ് ഗൾഫിൽ പോയി 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭർത്താക്കന്മാരുടെ കഥ പടച്ചറബ്ബെ പറയാതിരിക്കലായിരിക്കും ഏറ്റവും നല്ലത്. ഏതായിരുന്നാലും ഇവിടെ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ, അള്ളാഹുവിന്റെ ലിഖാഹ് തേടിക്കൊണ്ട് യാത്ര പോകുന്ന മനുഷ്യൻ കുടുംബത്തോട് നല്ല രീതിയിൽ വർത്തിക്കുക എന്നതാണ് അവന്റെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നിരവധി വചനങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് കുൻ മുസ്തഖീമൻ ഫീ ഹയാതിക തകുൻ ഹിയ കദാലിക, നീ നിന്റെ ജീവിതത്തിൽ ഇസ്തിഖാമത്ത് കൈവിടാൻ പാടില്ല. എന്നാൽ അവളും അങ്ങനെ തന്നെയാണ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നേരെ പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും വളയാതെ. അവളിൽ നിന്ന് കാണുന്ന അപാകതകൾ അവർക്ക് വിട്ടുകൊടുത്ത് അതൊരു വിഷയാക്കി എപ്പോഴും കുത്തി ചുഴന്ന് അന്വേഷിച്ച് അതിങ്ങനെ വീർപ്പിച്ചു കൊണ്ടു നടക്കുന്നതിന് പകരം 60% വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് കുൻ മുസ്തഖീമൻ ഫീ ഹയാതിക, ജീവിതത്തിൽ നല്ല ഇസ്തിഖാമത്തുണ്ടാകണം. ഭാര്യയും നീയും ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒരന്യ പെണ്ണിനെ കണ്ടാൽ ആ അന്യ പെണ്ണിനോട് നല്ല ചുണ്ട് വിടർത്തിക്കൊണ്ടുള്ള ചിരി, അങ്ങനത്തെ ഒരു ചിരി ഇതേവരെ ഭാര്യയോട് ചിരിച്ചു കാണുകയില്ല. സ്വാഭാവികമായും നിന്റെ സ്ത്രീക്ക് നിന്നോട് വെറുപ്പ് തോന്നാനുള്ള ഒരു കാരണം അതാണ്. കുൻ മുസ്തഖീമൻ ഫീ ഹയാതിക, ജീവിതത്തിൽ ഇസ്തിഖാമത്തുള്ളവനാവുക. ഭാര്യയെ ഇരുത്തിക്കൊണ്ട് അവൾ കേൾക്കും വിധത്തിലോ കാണും വിധത്തിലോ ഒന്നും അന്യ സ്ത്രീയുമായി കുശലങ്ങൾ പറയാതിരിക്കുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സംസാരം മീഡിയവും അന്യ സ്ത്രീയോടുള്ള സംസാരം പവർഫുള്ളുമായാൽ അത് പ്രശ്നങ്ങൾക്ക് കാരണമാണ്.
മറ്റൊന്ന്, ഭാര്യയുടെ വെറുപ്പ് ഒരിക്കലും ഭർത്താക്കന്മാർ സൃഷ്ടിക്കാൻ പാടില്ല. മറ്റൊരു സ്ത്രീയുടെ ഭംഗിയും മധുഹുകളൊന്നും നിന്റെ ഭാര്യയോടൊരിക്കലും നീ പറയാൻ പാടില്ല. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമാണ്. വേറൊരു പെണ്ണിന്റെ വിശേഷണവും അവളുടെ മധുവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് വലിയ അപാകതകൾ ഉണ്ടാക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, ഓരോ സ്ഥലത്തും ഓരോ സമയത്തും തന്ത്രപരമായി ആർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ മനസ്സിലാക്കി വർത്തിക്കാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്.